ആറന്മുളയിലേക്കാണ് പോകേണ്ടത്. ആറന്മുള മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങുകയാണ്. അപകട സാധ്യതയുള്ള വീടുകളിൽ നിന്ന് NDRFും ഫയർഫോഴ്സ് സംഘങ്ങളും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനോജാണ് ആറന്മുളയിലുള്ളത്. മനോജ്, പമ്പയിൽ നിന്നുള്ള ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു വെള്ളമെത്തിയ ഒരു സ്ഥലമാണല്ലോ ആറന്മുള. ഇപ്പോൾ സാഹചര്യം എന്താണ്? അവിടെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അവിടെ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ ശക്തമായ മഴയാണ്. എന്താണ് ആറന്മുളയിലെ സാഹചര്യം? ഗൗതം, മഴ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഈ ഒഴുകിയെത്തുന്ന ജലം അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂഴിയാർ ഡാം ഷട്ടർ അടച്ചതും ആശ്വാസകരമാണ്. അതേസമയം മഴ ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കൂടുതലായി ഒഴുകിയെത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറന്മുളയിലെ ഒരു ഭാഗമാണ്. അതായത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡാണ്. ഇവിടേക്ക് ഇപ്പോൾ ബോട്ടുകളിൽ ആളുകളെ എത്തിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടുകളുമായി ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇവിടെ ഒരുപാട് വീടുകളിൽ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എത്തിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് അത്യാഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സജീവമായി ഇവിടെ എല്ലാവരും ഉണ്ട്. രാവിലെ മുതൽ തന്നെ ഈ നിരവധി പേരെ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കുമായൊക്കെ എത്തിക്കാൻ ഇതുപോലുള്ള ബോട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ സജീവമായി തുടരുന്നുണ്ട്. അതോടൊപ്പം ആംബുലൻസ് സൗകര്യങ്ങൾ മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ സംഘങ്ങൾ രാവിലെ മുതൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്കുണ്ടോ എന്നതൊക്കെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മഴ ആശ്വാസകരമായി മാറിക്കഴിഞ്ഞാൽ, മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വെള്ളം താഴാനാണ് കൂടുതലായി താഴുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഭാഗത്തു നിന്നും, അതായത് ഡാമിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഒഴുകിയെത്താനുള്ള വെള്ളം ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഈ ഭാഗത്ത് മുഴുവനും വെള്ളമായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഒന്നും നടന്ന് നീങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ അത് നടന്ന് വീടുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത്, അതായത് എയർപോർട്ടിന് വേണ്ടിയുള്ള സ്ഥലമെന്ന് പറയുന്ന ആ സ്ഥലം മുഴുവൻ ഇന്നും വെള്ളത്തിനടിയിലാണ്. ആ ഭാഗത്ത് മുഴുവനായും വെള്ളം കയറിയിരിക്കുന്നു. അവിടേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗൗതം, ഒപ്പം മനോജ്, ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ 2 ദിവസം വള്ളസദ്യ മാറ്റിവെച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. പള്ളിയോടങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണോ? തീർച്ചയായും ഈ വള്ളസദ്യ 2 ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പള്ളിയോടങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. കാരണം വെള്ളം കൂടുതലായി ഒഴുകിയെത്തുകയാണെങ്കിൽ ഈ പമ്പാ നദിയിലൂടെ വരുന്ന വെള്ളം അത് പള്ളിയോടങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പള്ളിയോട സമിതികളുണ്ട്. അവരാണ് ഈ വള്ളസദ്യ നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ ദിവസമടക്കം ഈ വള്ളസദ്യ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വള്ളസദ്യയുടെ ചടങ്ങുകൾ മാറ്റി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ ഇനി കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെയും പ്രശ്നമായി മാറിയത്. മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വെള്ളം ഇവിടേക്ക് കയറുന്നത് കൂടുതലാകും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഭാഗത്തേക്കൊക്കെ കൂടുതൽ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ബോട്ടുകളും എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ആറന്മുളയിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ശക്തമായിട്ട്. കഴിഞ്ഞ ദിവസം മഴ ഒന്ന് കുറഞ്ഞതിനാൽ പമ്പയിൽ ജലനിരപ്പ് താഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും രാവിലെ മുതൽ അതിശക്തമായ മഴ പെയ്യുന്നത് ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ആറന്മുളയിൽ നിന്നും മനോജാണ് ചേർന്നത്.